ഹായ് ഫ്രണ്ട്സ്, ഐലൻഡ് ട്രീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഐലൻഡാണ് കേട്ടോ. ഐലൻഡിൻ്റെ കിഴക്കേ സൈഡാണ്. ഈ ബാക്കിൽ കാണാനാണ് നമ്മുടെ മൂത്തൂന്നും കൊടുങ്ങല്ലൂർ പാലമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലത്തുമ്പോൾ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ ദ്വീപാണ് കേട്ടോ ഈ ഐലൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷുവൊക്കെ ആണല്ലോ, വിഷുവൊക്കെ ആയിട്ട് നമുക്കൊരു പായസം വെക്കാം, മത്തങ്ങ പായസം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കണത് ഒരു മത്തങ്ങട പകുതിയായിട്ട് എടുത്തേക്കണത്, നല്ല മൂത്ത മത്തങ്ങയാണ്. ആ മത്തങ്ങ നമ്മൾ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കഴുകി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇത് കുക്കറിലിട്ട് വേവിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനാണ് ഇത്രയും ചെറിയ പീസാക്കിയാണ്. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെന്ത മത്തങ്ങ നമ്മൾ ഇവിടെ ഈ ഒരു പൾപ്പ് രൂപത്തിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തനിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിഞ്ഞു കിട്ടിയില്ല എന്ന് വരും. അപ്പം നമ്മൾ രണ്ടാം പാലും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഒരു 3 വിസിൽ കേട്ടാൽ മതി കേട്ടോ. മത്തങ്ങ നല്ലോണം പോലെ വെന്തിട്ടുണ്ടാവും. ഇതിനായിട്ട് നമ്മൾ ഒരു തേങ്ങയാണ് എടുത്തേക്കണത്. ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ. ആ തേങ്ങ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തേക്കണ പാലാണിത്. ഇത് തലപ്പാലാണ്. പിന്നെ രണ്ടാം പാലും 3-ാം പാലുമായിട്ട് നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചാണ് ചട്ടി നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് ആ പൾപ്പ് അതിലേക്ക് ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അത് ഇളക്കി നല്ല രീതിയിൽ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ പൾപ്പിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു 250 ഗ്രാം ശർക്കര നമ്മൾ പാവ് കാച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ പായസത്തിനായിട്ട്. അപ്പോൾ നമുക്കത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരു 250 ഗ്രാം മതി, നമ്മൾ ഒരു പകുതി മത്തങ്ങയിൽ എടുക്കണുള്ളൂ. എന്നിട്ട് ഇതായിട്ട് ഈ പൾപ്പും ഈ ശർക്കരയും കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് എടപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ശർക്കര നീര് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ടൈറ്റായി. അപ്പോൾ നമുക്ക് എടപ്പാൽ 3-ാം പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കണം. അതിന് കൂടാണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഒരു 6 എണ്ണം, ഒരു 5 രൂപയുടെ ബൂസ്റ്റ്, അങ്ങനെ ചെറിയ പാക്കറ്റ് സാഷ പാക്കറ്റും കൂടി നമ്മൾ അടിച്ച് ഈ 2-ാം പാലും കൂടി ലേശം ചേർത്തൊന്ന് അടിച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് കാണിക്കണില്ല, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ കൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ 2-ാം പാൽ ഒഴിച്ചിട്ട് പായസം നല്ല രീതിയിലൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇളക്കൊരു കാരണവശാലും നിർത്തരുത്, നമ്മുടെ മേത്തൊക്കെ തെറിക്കും. ഈ ഇളക്ക് നമ്മൾ നിർത്താതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ തെറിച്ച് ആകെ അകലെ തലവും പൊള്ളും. അപ്പോൾ ഇളക്കൊരിക്കലും നിർത്തരുത്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബൂസ്റ്റും ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും കൂടി അടിച്ചിട്ട് 2-ാം പാൽ ലേശം ചേർത്ത് ഒരു ചെറിയ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാൻ പാകത്തിലാക്കിയിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റും ആ ഒരു ടൈറ്റ്നെസ്സും കിട്ടും. ഇത് ശരിക്കും നല്ല രീതിയിൽ ടൈറ്റ് ആകും ഈ എടപ്പാൽ ഒഴിച്ച് നിർത്തിയേക്കണം പായസം. ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പായസം നല്ല രീതിയിൽ ടൈറ്റ് ആവും. അപ്പോൾ ഈ ഇളക്കിൻ്റെ കാര്യം മറന്നു പോകരുത്. ഒരു കാരണവശാലും ഇളക്ക് നിർത്തരുത്. നിർത്തി എൻ്റെ മേത്ത് തെറിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം നല്ല രീതിയിൽ ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 1-ാം പാലാണ് ലേശം ഒഴിച്ചത്. അപ്പോൾ 1-ാം പാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഞാൻ ഇത്തിരി ലേശം ആദ്യം ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 1-ാം പാലും കൂടി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. 1-ാം പാൽ കംപ്ലീറ്റ് ആയിട്ടാണ് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഈ ടൈമിന് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിം ആയിക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മത്തങ്ങ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തങ്ങ പായസത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് മോനെ. വളരെ സിമ്പിളായിട്ട് നിസ്സാര ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണ് ഈ മത്തങ്ങ പായസം. കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പരിപ്പ് പായസമാണോ ഇത് മത്തങ്ങ പായസമാണോ എന്നുള്ളത്. അപ്പം നമുക്കിതിനകത്തേക്ക് ഒരു 5 ഏലക്കായ പൊടിച്ചതും പിന്നെ ഒരു 100 ഗ്രാം കശുവണ്ടി പരിപ്പും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ടേസ്റ്റിന് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കണ ഏലക്കായ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഏലക്കായ പൊടിച്ചതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ എൻ്റെ മോനെ വായിൽ കപ്പലോടും. പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ കപ്പലണ്ടി ഇടണമെങ്കിൽ കപ്പലണ്ടി ഇടാം. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കശുവണ്ടിയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മത്തങ്ങ പായസത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
വളരെ സിമ്പിളാണ് കേട്ടോ. അതും വളരെ ചിലവും കുറവാണ്. നമ്മൾ പരിപ്പ് പായസമൊക്കെ വെക്കുമ്പോൾ തന്നെ അത്രയും ചിലവൊന്നും വനില്ല. മത്തങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര പൈസ കിട്ടുന്ന ഒരു സാധനമാണ്. അതേ നമുക്ക് പരിപ്പ് പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നിസ്സാര ടൈം കൊണ്ട്. അപ്പം നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഉള്ള വറ്റി പിടിച്ചിരിക്കുന്ന ഈ സാധനമൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആക്കി കൊടുക്കണോട്ടോ. ആ ടേസ്റ്റ് ശരിക്കും നമുക്ക് ഇതിനകത്തോട്ട് അതിൻ്റെ ആ ഫ്ലേവർ, ഏലക്കായുടെ ഫ്ലേവറൊക്കെ ശരിക്കും ഇതിനകത്ത് നമുക്ക് ഇളക്കി ചേർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ സൈഡൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ മത്തങ്ങ പായസത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. വീട്ടിലുള്ള പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ മത്തങ്ങ പായസം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമുണ്ട്. എല്ലാം ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും. ഐലൻഡ് ട്രീറ്റ്. ബൈ.